എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മീ ടുഡേ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നറിയോ? എനിക്കൊരു 40 പേർക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, അവർക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. സോ ഞാനൊരു പാസ്ത ഡിഷാണ് ഉദ്ദേശിക്കുന്നത്. ഇത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നോക്കാം എങ്ങനെ വരുമെന്ന്. ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കും കറക്റ്റ് എമൗണ്ട് അറിയത്തില്ല എത്രയൊക്കെ വേണ്ടി വരുമെന്നും, എങ്കിലും നോക്കാം. ഒരു ഇലക്ട്രിക് പാൻ വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇലക്ട്രിക് പാൻ വെച്ച് എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈ ഹീറ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ മീറ്റ് സ്മെയറൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹീറ്റ് വേണം. കുറച്ച് അണിയൻസ് കട്ട് ചെയ്തത് ഇടുവാണ്. അണിയൻസ് ഒന്ന് സോട്ടേ ആയി വരുന്നുണ്ട്. നല്ലതായിട്ട് ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ഗാർലിക്. സോ ഇത് ഞാനിത് ഫുഡ് പ്രോസസ്സറിൽ പൊടിച്ചെടുത്താണ്. നമ്മൾ മീറ്റ് ബാച്ചസ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് പോർഷൻസ് ഓഫ് അണിയൻസ് ആണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. സോ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും നല്ലതായിട്ട് സോട്ടേ ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ്. ഇനി നമുക്ക് വേണ്ട സെലറിയും ക്യാരറ്റും ഇത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് വരാം. ക്യാരറ്റ്സ് കട്ട് ചെയ്തത്. സോ നമ്മുടെ അണിയൻ ഗാർലിക് മിക്സ് സോട്ടേ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ഏകദേശം ഒരു 5 ക്യാരറ്റ് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്യാരറ്റ്സ് ഒരുമാതിരി കുക്കായിട്ടുണ്ട്. ഇനി സെലറി നല്ലതായിട്ട് ഫൈനലി ചോപ്പ് ചെയ്ത സെലറി ഞാനിപ്പോൾ ഒരു 5 or 6 സെലറി സ്റ്റിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കതോടെ ആഡ് ചെയ്യാം. സോ ക്യാരറ്റ്, സെലറി, അണിയൻ ആൻഡ് ഗാർലിക് ഇത് നല്ലതായിട്ട് സോട്ടേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മിൻസ് മീറ്റ് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ നമുക്കിതൊന്ന് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റിയിട്ട് മിഡിലായിട്ടാണ് മീറ്റ് ഇടുന്നത്. കാരണം മീറ്റ് നല്ല ഹോട്ടായിട്ടുള്ള പാനിലിൻ്റെ അടിയിൽ ചെന്ന് നല്ലതായിട്ട് സെയർ ചെയ്ത് വരണം. എന്നാലാണ് നല്ല ഫ്ലേവർ വരുള്ളൂ. മീറ്റിന് ഫ്ലേവർ വന്നാലാണ് നമ്മുടെ ബൊളോണൈസ് സോസിന് നല്ലൊരു ഫ്ലേവറും എല്ലാം വരുള്ളൂ. അപ്പോൾ അതിന് മീറ്റ് നല്ലതായിട്ട് നല്ല ഹോട്ട് പാനിൽ ടച്ച് ചെയ്യണം. സോ I put all the other ingredients to the sides. സോ നമ്മൾ മീറ്റ് മേടിച്ചിരിക്കുന്നത് കോസ്കോയിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ബൾക്കായിട്ട് ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു നിയർലി 4 കിലോയുടെ അടുത്തുള്ള മിൻസ് മീറ്റ് ഉണ്ട്. ഓക്കെ, സോ നല്ലതായിട്ട് പാനിൻ്റെ അടിയിൽ ടച്ച് ചെയ്യണം. സോ മീറ്റ് നല്ല ഹോട്ടായിട്ടുള്ള പാനിൻ്റെ അടിയിൽ ചെല്ലുമ്പോഴത്തേനും നല്ല ഒരു സിയറിങ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സോ അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ മീറ്റ് എല്ലാം കൂടെ അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി അത് ബോയിലാവും. ബോയിലിംഗ് അല്ല നമുക്ക് വേണ്ടത്. നല്ലതായിട്ട് അത് ഒരു സിയറിങ് എഫക്റ്റ്, ഒരു നല്ലതായിട്ടൊരു കാരമലൈസേഷനാണ് ഈ മീറ്റിൻ്റെ അടിയിൽ. നല്ലൊരു കാരമലൈസേഷനാണ് വേണ്ടത്. അടിയിൽ ബ്രൗൺ ആയി വരുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ മീറ്റിനെ.
അത് രണ്ട് സൈഡിലേക്കും വേണമല്ലോ. സീ കണ്ടോ, ഞാൻ പറഞ്ഞ കാരമലൈസേഷൻ കണ്ടോ? ഇതാണ് ഈ ബൊളോണൈസ് സോസിന് ഫ്ലേവർ കൊടുക്കുന്നത്. സോ നമ്മുടെ മീറ്റ് നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, മിക്സ് ചെയ്യാം. മിക്സി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഇറ്റാലിയൻ ഹെർബ്സ് ആണ്. ഇതിനകത്ത് മിക്സ് ഓഫ് ലൈക്ക് തൈം, ഒറിഗാനോ, അങ്ങനെ കുറച്ച് പാസ്ലി, അങ്ങനെ കുറച്ച് ഇതിൻ്റെ മിക്സാണ്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ സോസിന്. മിക്സ് ചെയ്യുവാണ് നല്ലതായിട്ട്. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിനി അതൊരു വലിയൊരു പാനിലോട്ട്, വലിയൊരു പാനല്ല, ഒരു പോട്ടിലോട്ട് മാറ്റാം. എന്നാലാണ് നമുക്ക് സോസൊക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ പോട്ടെടുത്ത് വെച്ചു. അത് ഹീറ്റായിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഈ മിക്സ് നമുക്ക് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് അതുപോലെയുള്ള നമ്മുടെ സോസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓഫ് ടൊമാറ്റോ പ്യൂരി, നല്ല റിച്ച് ഫ്ലേവറിലുള്ള ടൊമാറ്റോ പ്യൂരിയാണ് ആഡ് ചെയ്യുന്നത്, ടൊമാറ്റോ പേസ്റ്റ്. സോ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡൊമിനോയുടെ ബൊളോണൈസ് സോസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടിന്നു ആഡ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പാനിൽ കുറച്ചുകൂടെ മീറ്റ് കുക്ക് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ബാച്ചസ് ആയിട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നമുക്കൊരു ബോയിലിംഗ് എഫക്റ്റേ കിട്ടത്തുള്ളൂ, മീറ്റിന് ഫ്ലേവർ വരത്തില്ല. നമുക്കൊരു ഹാഫ് ടിന്ന് സോസോടെ ഒഴിച്ചു കൊടുക്കാം. സോ നമ്മുടെ സോസ് ആഡ് ചെയ്തു. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഊസ്റ്റർഷയർ സോസ് ആഡ് ചെയ്യുവാണേ. അതൊരു ഫ്ലേവറും സ്വീറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പാല് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് എന്തിനാ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മീറ്റിനെ നല്ലതായിട്ട് ടെൻഡറൈസ് ചെയ്യും. സോ ഇതിലേക്ക് ഞാൻ 1 കപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോസിന് തിക്നെസ് വേണോ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ അന്നേരം ആഡ് ചെയ്യാം. സോ നമ്മുടെ ബൊളോണൈസ് സോസ് സിമ്മറായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് വൈൻ ആഡ് ചെയ്യുവാണ്. റെഡ് വൈൻ ഒരു നല്ല ഫ്ലേവർ കൊടുക്കും ഇതിന്. സോ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് മീറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഹെർബ്സ്, മിക്സ്ഡ് ഹെർബ്സും കൂടെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ മെയിൻ സോസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ബാക്കി മീറ്റോടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ നമുക്ക് സോസ് വേണം. നമുക്ക് സോസ് ആഡ് ചെയ്യാം. നമ്മൾ 1.5 ബോട്ടിലല്ലേ ആഡ് ചെയ്തേ, ഇനിയിപ്പോൾ അതിൻ്റെ റിമൈനിങ് കൂടെ ആഡ് ചെയ്യാം. സോ ടോട്ടൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 kg മിൻസ് മീറ്റാണ് ഇതിലെടുത്തിരിക്കുന്നത് ഇതുവരെ. ആ 2 kg മീറ്റിലേക്ക് വേണ്ടി നമ്മൾ 2 ബോട്ടിൽ ഓൾറെഡി ആഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ സോസെല്ലാം മിക്സ് ചെയ്തു. ഇനി നമ്മളിത് കുറച്ച് നേരം സിമ്മർ ചെയ്യാൻ പോകണം. ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും സിമ്മർ ചെയ്ത് കഴിയുമ്പോഴാണ്, ലോ ഹീറ്റിലിരുന്ന് സിമ്മർ ആയി കഴിയുമ്പോഴാണ് ഫ്ലേവർ ഫുള്ള് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. സമയമുണ്ടെങ്കിൽ നമുക്ക് 2-2.5 മണിക്കൂറൊക്കെ ചെയ്യാം. ചെറിയ ഹീറ്റിലിരുന്ന് സിമ്മർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഫ്ലേവർ ആവും. ഞാനിപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറോളമാണ് വെക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. കാരണം നമുക്ക് റിമൈനിങ് മീറ്റ് ഉണ്ട്. കാരണം നമ്മൾ 40 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മുടെ കുക്കിംഗ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. ഫസ്റ്റ് സെറ്റ് ഓഫ് സോസ് റെഡിയാണ്. ഇനി കുറച്ചുകൂടി മീറ്റും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്, അതോടെ ചെയ്ത് തീർക്കും. സോ നമുക്കിനി പാസ്ത കുക്ക് ചെയ്യാൻ തുടങ്ങാം. സോ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിൽ സോൾട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മേ ബി ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ പാസ്ത ആഡ് ചെയ്യാം. സോ ഇതൊരു 500 ഗ്രാം ഡ്രൈഡ് പാസ്തയാണ്. ഇത് അബൌട്ട് 5 പീപ്പിളിനുള്ള ഒരു എമൗണ്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ നമുക്കിനി വേണം. ഈ പാസ്തയെല്ലാം കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ 7 പാക്കറ്റ്സാണ് എനിക്ക് വേണ്ടിയത്. ഇപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. പാസ്തയുടെ 2 ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. സോ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇത് ഞാൻ പാസ്തയും നമ്മുടെ ബൊളോണൈസ് സോസും ഇട്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ഡെപ്തുള്ള ഫ്ലേവറുള്ള ബൊളോണൈസ് സോസാണ്. നിങ്ങളിതുപോലെ തന്നെ ഉണ്ടാക്കിയത് നല്ല ഫ്ലേവർ കിട്ടും. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കണേ നിങ്ങൾ പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കുറച്ച് എമൗണ്ടിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ.